Religious festivals. Holi, mainly celebrated in North India, is the festival of colors. This festival is celebrated on the month of March when the weather is neither hot nor cold. People put colored powder called gulal and colored water on each other. They sing and dance with joy. At this time, wheat, gram, mustard and millets are ready for harvest. നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെയാ പറഞ്ഞത്? ഫെസ്റ്റിവൽസ് പറഞ്ഞു. 2 types of festivals. Which are the 2 types of festival? National festivals and religious festivals. അല്ലേ? National festivals and religious festivals are the 2 types of festivals. National festivals ഏതൊക്കെയായിരുന്നു? Religious festivals ഏതൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞില്ലേ? അല്ലേ? National festivals ഏതൊക്കെയാ? Which are the national festivals? ഏതൊക്കെയാ national festivals? ഗാന്ധി ജയന്തി, റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ. These are the national festivals. അല്ലേ? ഓക്കെ. റിലീജിയസ് ഫെസ്റ്റിവൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു? വിഷു, പിന്നെ ക്രിസ്മസ്, ഈദ് ഉൽ ഫിത്തർ എക്സെട്ര ആർ റിലീജിയസ് ഫെസ്റ്റിവൽസ്. നോക്ക്, അതിലെ റിലീജിയസ് ഫെസ്റ്റിവൽസ് കുറെ പറയുന്നുണ്ട്. നോക്കൂ മക്കളെ. ഹോളി മെയിൻലി സെലിബ്രേറ്റഡ് ഇൻ നോർത്ത് ഇന്ത്യ. ഹോളി എവിടെ ആഘോഷിക്കുക? നോർത്ത് ഇന്ത്യയിലാണ് ഹോളി ആഘോഷിക്കുക. This festival is celebrated in the month of March when the weather is neither hot nor cold. അപ്പം ഹോളി ഫെസ്റ്റിവൽ ഏത് മാസം ആഘോഷിക്കുക? മാർച്ച് മാസത്തിൽ ആഘോഷിക്കുന്ന ഒരു റിലീജിയസ് ഫെസ്റ്റിവൽ ആണ് ഏത്? ഹോളി. People put colored powder called gulal and colored water on each other. ഈ ദിവസം എന്ത് ചെയ്യുന്നറിയോ? എല്ലാവരും പരസ്പരം കളറ് വാരി എറിയും. അല്ലെ? കളർ മുഖത്തൊക്കെ തേച്ചിട്ട് കണ്ടില്ലേ? കളർ വാരി എറിയും. മാത്രല്ല കളർ വെള്ളവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കും. ഈ കളർ പൗഡറിനെ പറയുന്ന പേരെന്താണെന്നറിയോ? ഹോളി ഫെസ്റ്റിവലിന്റെ അന്ന് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും, എല്ലാ ജനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയുന്ന കളറിനെ പറയുന്ന പേരാണ്, കളർ പൗഡറിനെ പറയുന്ന പേരാണ് ഗുലാൽ. എന്താ? ഗുലാൽ. ഗുലാൽ എന്ന് പറഞ്ഞാല് കളേർഡ് പൗഡർ അല്ലേ? കളേർഡ് പൗഡർ പീപ്പിൾ പുട്ട് ഡ്യൂറിങ് ഹോളി ഫെസ്റ്റിവൽ. യെസ്. ദേ സിംഗ് ആൻഡ് ഡാൻസ് വിത്ത് ജോയ്. അവരെന്ത് ചെയ്യും? പരസ്പരം കളർ വാരി എറിയും. അതുപോലെ കളർ കലക്കിയ വെള്ളം കോരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കും. മാത്രമല്ല അവര് പാട്ട് പാടും, അതുപോലെ ഡാൻസ് ചെയ്യും. സന്തോഷം കൊണ്ട് പാട്ടും ഡാൻസും ഒക്കെ പാടി ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ ആണ് ഇത് ഹോളി. അറ്റ് ദിസ് ടൈം, ഈ സമയം, വീറ്റ് ഗോതമ്പ്, ഗ്രാം. എന്താ ഗ്രാം എന്ന് പറഞ്ഞാല്? പയറ്. ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? പയറ് വർഗ്ഗങ്ങള്. വീറ്റ്, ഗോതമ്പ്, പയറ് വർഗ്ഗങ്ങള്. മസ്റ്റാർഡ് മീൻസ് കടുക്. ആൻഡ് മില്ലറ്റ്സ്. ദീസ് ആർ റെഡി ഫോർ ഹാർവെസ്റ്റ്. ഈ സാധനങ്ങളൊക്കെ കൊയ്ത്തിനുള്ള സമയമായിട്ടുണ്ടാവും. ഏകദേശം അതൊക്കെ വിളയെടുക്കാനുള്ള സമയം ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞത് ഹോളി എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ഫെസ്റ്റിവൽ ആണ്. ആ ഹോളി ഏത് ഭാഗത്ത് ആഘോഷിക്കുക? നോർത്ത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു റിലീജിയസ് ഫെസ്റ്റിവൽ ആണ് ഇത് ഹോളി മെയിൻലി സെലിബ്രേറ്റഡ് ഇൻ നോർത്ത് ഇന്ത്യ. ഇറ്റ് ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. ഹോളിനെ എന്താ പറയാ? ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. ഹോളി എന്ന് പറഞ്ഞാൽ എന്താ? ഹോളി ഈസ് നോൺ ആസ് ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. ദിസ് ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദ മന്ത് ഓഫ് മാർച്ച്. മാർച്ച് മാസത്തിലാണ് ഹോളി ഫെസ്റ്റിവൽ ആഘോഷിക്കുക. ആ ദിവസം ഗുലാൽ എന്ന് പറഞ്ഞാല് പലതരത്തിലുള്ള കളർ പൗഡർ അല്ലേ? ഈ ഗുലാല് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയും. അതോടൊപ്പം ഈ കളർ വെള്ളം കലക്കിയ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ഒഴിക്കാറുണ്ട്, കോരി ഒഴിക്കാറുണ്ട്. ഇനി ആ ദിവസം തന്നെ അവരെന്ത് ചെയ്യും? പാട്ട് പാടും, പിന്നെയോ ഡാൻസ് ചെയ്യും. അല്ലെ? ഇങ്ങനെയാണ് ഹോളി ആഘോഷിക്കുക. അപ്പൊ എങ്ങനെയാ ഹോളി ആഘോഷിക്കുക? ഹൗ ടു സെലിബ്രേറ്റ് ഹോളി? പറഞ്ഞോ. പീപ്പിൾ പുട്ട് കളേർഡ് പൗഡർ കോൾഡ് ഗുലാൽ ആൻഡ് കളേർഡ് വാട്ടർ ഓൺ ഈച്ച് അതർ. ദേ സിംഗ് ആൻഡ് ഡാൻസ് വിത്ത് ജോയ്. അല്ലെ? സന്തോഷം കൊണ്ട് പാട്ട് പാടും, കളർ പൗഡറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയും, കളർ വെള്ളം കോരി ഒഴിക്കും. ഇങ്ങനെയാണ് അവര് ഹോളി ആഘോഷിക്കുക. ഇനി മാർച്ച് മാസത്തിൽ ഹോളിയുടെ സമയമാകുമ്പോഴത്തേന് ഏതൊക്കെ വിളവെടുക്കാനായിട്ടുണ്ടാവും? ഏതൊക്കെ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ടുണ്ടാവും? ഹാർവെസ്റ്റ് ചെയ്യാനായിട്ടുണ്ടാവും? നോക്ക്, വീറ്റ് ഗോതമ്പ്, പയറ് വർഗ്ഗങ്ങള്, കടുക്, മില്ലറ്റ്സ് ഒക്കെ ഏകദേശം ഹാർവെസ്റ്റിന്റെ ടൈം ആയിട്ടുണ്ടാവും മാർച്ച് മാസം ആകുമ്പോഴത്തേന്. നെക്സ്റ്റ് വൺ, ബസന്ത് പഞ്ചമി. എന്താ വായിച്ചേ? ബസന്ത് പഞ്ചമി. വായിക്കേ.
Yes, Basant Panchami is celebrated to mark the beginning of spring. Saraswati, the goddess of learning, is worshipped on this day. Boys and girls dressed in yellow clothes sing and dance with joy. They also fly kites on this day. Next religious festival is Basant Panchami. എന്താ? ബസന്ത് പഞ്ചമി. അടുത്ത ഒരു റിലീജിയസ് ഫെസ്റ്റിവൽ ആണ് ഏത്? ബസന്ത് പഞ്ചമി. ഈ ബസന്ത് പഞ്ചമി എങ്ങനെയാ ആഘോഷിക്കുക? എപ്പോഴാ ആഘോഷിക്കുക? ടു മാർക്ക് ദ ബിഗിനിങ് ഓഫ് സ്പ്രിംഗ്. സ്പ്രിംഗ് സീസൺ തുടങ്ങാനാവുമ്പോ, സ്പ്രിംഗ് സീസണിന്റെ ആരംഭത്തിലാണ് ബസന്ത് പഞ്ചമി ആഘോഷിക്കുക അല്ലെ? സരസ്വതി. സരസ്വതി എന്ന് പറഞ്ഞാൽ ആരാ? ദ ഗോഡസ് ഓഫ് ലേണിംഗ്. വിദ്യയുടെ ദേവതയായ സരസ്വതി. ദേവതയായ സരസ്വതി എന്ത് ചെയ്യും? ഈസ് വർഷിപ്ഡ് ഓൺ ദിസ് ഡേ. അതായത് ഈ ബസന്ത് പഞ്ചമി ദിവസം, ബസന്ത് പഞ്ചമി എന്ന ഫെസ്റ്റിവലിന്റെ ദിവസമാണ് സരസ്വതി ദേവിയെ നമ്മൾ ആരാധിക്കുക. അതായത് നമുക്ക് അറിവ് നൽകുന്ന, അറിവിന്റെ ദേവതയായ സരസ്വതി ദേവിയെ ആരാധിക്കുന്ന ഏത് ദിവസമാണ്? ബസന്ത് പഞ്ചമി ഫെസ്റ്റിവലിനാണ്. ബോയ്സ് ആൻഡ് ഗേൾസ് ഡ്രസ്ഡ് ഇൻ യെല്ലോ ക്ലോത്ത്സ് സിംഗ് ആൻഡ് ഡാൻസ് വിത്ത് ജോയ്. ആൺകുട്ടികളും പെൺകുട്ടികളും മഞ്ഞ നിറത്തിലുള്ള ഡ്രസ്സ് ധരിച്ച് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യും? പാട്ട് പാടും, അതോടൊപ്പം ഡാൻസ് ചെയ്യും. മനസ്സിലായോ? അവർ ഏത് കളറിലെ ഡ്രസ്സാ ധരിക്കുക? കുട്ടികള് മഞ്ഞ കളറിൽ, മഞ്ഞ നിറത്തിലുള്ള ഡ്രസ്സ് ധരിച്ചവര് ഡാൻസും പാട്ടൊക്കെ പാടും. പിന്നെ they also fly kites on this day. ബസന്ത് പഞ്ചമി ദിവസം അവർ എന്ത് ചെയ്യും? പട്ടം പറത്തി കളിക്കും അല്ലെ? കൈറ്റ്സ് പറത്തും. അപ്പൊ എങ്ങനെയാ നമ്മൾ ബസന്ത് പഞ്ചമി ആഘോഷിക്കുക? പറഞ്ഞേ, ഹൗ ടു സെലിബ്രേറ്റ് ബസന്ത് പഞ്ചമി? ബോയ്സ് ആൻഡ് ഗേൾസ് dressed in yellow clothes and they sing and dance with joy. അല്ലെ? ആൺകുട്ടികളും പെൺകുട്ടികളും മഞ്ഞ നിറത്തിലുള്ള ഡ്രസ്സ് ധരിച്ച് പാട്ട് പാടും. അതോടൊപ്പം അവരെന്ത് ചെയ്യും? they also fly kites. അല്ലെ? അവരെന്ത് ചെയ്യും? പട്ടം പറത്തും. ഇങ്ങനെയാണ് ജനങ്ങള് ബസന്ത് പഞ്ചമി ആഘോഷിക്കുക. ഇപ്പൊ രണ്ട് തരത്തിലുള്ള റിലീജിയസ് ഫെസ്റ്റിവൽ പറഞ്ഞു, രണ്ട് റിലീജിയസ് ഫെസ്റ്റിവൽസ് പറഞ്ഞു. ഏതൊക്കെയാത് പറഞ്ഞേ? ഇന്ന് നമ്മൾ പഠിച്ച രണ്ട് റിലീജിയസ് ഫെസ്റ്റിവൽ ഏതൊക്കെയാ മക്കളെ? ഹോളി ആൻഡ് ബസന്ത് പഞ്ചമി അല്ലേ? ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് ഏതാ? ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് ഹോളി അല്ലേ? ഫെസ്റ്റിവൽ ഓഫ് സരസ്വതി അതേതാ? ബസന്ത് പഞ്ചമി. തേർഡ് വൺ ദസറ. തേർഡ് വൺ എന്താ വായിക്ക? ദസറ. വായിച്ചേ. ആരുടെയും വായ അനങ്ങുന്നില്ല. ദസറ വായിച്ചേ. Yes. Dasra, also called Vijayadashami, is celebrated for 10 days. This festival marks the victory of good over evil. Lord Rama is said to have killed Ravana, the 10-headed demon king. On this day, Ram Leela is staged during Dasra. Around this time, Durga Puja is celebrated in West Bengal and in some other states. മൂന്നാമത്തെ റിലീജിയസ് ഫെസ്റ്റിവൽ ആണ് ഇത്? ദസറ. ദസറ is the another religious festival. Then Dasra is also called Vijayadashami. ദസറയുടെ അടുത്ത പേരെന്താ? മറ്റൊരു പേരെന്താ? വിജയദശമി അല്ലേ? ദസറേനെ പറയുന്ന ദസറ എന്ന ഫെസ്റ്റിവലിന്റെ മറ്റൊരു പേരാണ് വിജയദശമി. ഇത് എത്ര ദിവസം ആഘോഷിക്കാന്നറിയോ? വിജയദശമി ഓർ ദസറ സെലിബ്രേറ്റഡ് ഫോർ 10 days. 10 ദിവസമാണ് അതിന്റെ സെലിബ്രേഷൻ അല്ലേ? സെലിബ്രേറ്റഡ് ഫോർ 10 days. ദിസ് ഫെസ്റ്റിവൽ മാർക്സ് ദ വിക്ടറി ഓഫ് ഗുഡ് ഓവർ ഈവിൾ. ഈ ഫെസ്റ്റിവൽ എന്താ അർത്ഥാക്കുന്നതെന്നറിയോ? ഈ ഫെസ്റ്റിവൽ കൊണ്ട് എന്താ, ഫെസ്റ്റിവലിന്റെ അർത്ഥം എന്താണെന്നറിയോ? വിക്ടറി ഓഫ് ഗുഡ്, നല്ലത് മാത്രം വരിക, ഓവർ ഈവിൾ. അതായത് പൈശാചികമായ കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞ് നല്ല കാര്യങ്ങൾ അല്ലെ, നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി മാത്രല്ല. നോക്ക്, ലോർഡ് രാമ അറിയില്ലേ? രാമനെ അറിയില്ലേ? രാമ ഈസ് സെഡ് ടു ഹാവ് കിൽഡ് രാവണ. രാവണൻ എന്ത് പറഞ്ഞു? രാവണനെ കൊല്ലാൻ പറഞ്ഞു അല്ലേ? 10-headed demon king. 10 തലയുള്ള ആളാണ് ആര്? രാമനാണോ 10 തല? രാവണനാണോ? രാവണനല്ലേ? 10 തലയുള്ള രാവണനെ കൊല്ലാൻ പറഞ്ഞു. Then രാമലീല ഈസ് സ്റ്റേജ് ഡ്യൂറിങ് ദസറ. ഈ കഥയായ രാമലീല സ്റ്റേജുകളിലൊക്കെ അന്ന് അവതരിപ്പിക്കും. അറൌണ്ട് ദിസ് ടൈം ദുർഗ പൂജ ഈസ് സെലിബ്രേറ്റഡ് ഇൻ വെസ്റ്റ് ബംഗാൾ. ഈ സമയത്ത്
ഈ ദസറയുടെ സമയത്താണ് വെസ്റ്റ് ബംഗാളിലും അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ദുർഗപൂജ നടക്കുന്നത്. വെസ്റ്റ് ബംഗാളില് ഒക്കെ ദുർഗപൂജ നടക്കുന്നത് ദസറയുടെ ടൈമിലാണ്. ഒന്നും കൂടെ പറയാം. ദസറ എന്ന് പറഞ്ഞാല് ഒരു റിലീജിയസ് ഫെസ്റ്റിവൽ ആണ്. ദസറ ഈസ് അനദർ റിലീജിയസ് ഫെസ്റ്റിവൽ. ദസറ ഈസ് ഓൾസോ നോൺ ആസ് വിജയദശമി. ദസറ ഈസ് ഓൾസോ നോൺ ആസ് വിജയദശമി. Vijayadashami or Dasara is celebrated for 10 days. This festival marks the victory of good over evil. Rama said to have killed Ravana, the 10-headed demon. Yes. Ramalila is staged during Dasara. Dasarയുടെ സമയത്താണ് എന്ത് അവതരിപ്പിക്കുക? രാമലീല സ്റ്റേജുകളിൽ അവതരിപ്പിക്കുക. അതോടൊപ്പം ദുർഗപൂജ വെസ്റ്റ് ബംഗാളിലൊക്കെ എന്ത് സെലിബ്രേറ്റ് ചെയ്യവര്? ദുർഗപൂജ എന്ന് പറയുന്ന ഒരു പരിപാടി വെസ്റ്റ് ബംഗാളിലുള്ള ആൾക്കാർ, വെസ്റ്റ് ബംഗാൾ അല്ല ആൾക്കാർ, അതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആഘോഷിക്കാറുണ്ട്. മനസ്സിലായോ? നമ്മൾ ഇന്ന് 3 റിലീജിയസ് ഫെസ്റ്റിവൽ പറഞ്ഞു. ഏതൊക്കെയാ? ഹോളി, ബസന്ത് പഞ്ചമി, ദസറ. ഒന്നും കൂടെ പറയാം. ഹോളി എന്ന് പറഞ്ഞാല് ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് ആണ്. ഹോളി ഈസ് നോൺ ആസ് ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദ മന്ത് ഓഫ് മാർച്ച്. മാർച്ച് മാസത്തിൽ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ ആണ് ഹോളി. അതെങ്ങനെ? ഹൗ ടു സെലിബ്രേറ്റ് ഹോളി? പീപ്പിൾ പുട്ട് കളേർഡ് പൗഡർ കോൾഡ് ഗുലാൽ ആൻഡ് കളേർഡ് വാട്ടർ ഓൺ ഈച്ച് അതർ. ഗുലാൽ എന്ന് പറയുന്ന കളർ പൊടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയെറിയും. അതുപോലെ കളർ വെള്ളം കോരി ഒഴിക്കും. പിന്നെ ഈ സമയത്ത് അവർ നല്ല പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്യല്ലേ സന്തോഷം കൊണ്ട്. അത് മാത്രല്ല, അറ്റ് ദിസ് ടൈം വീറ്റ്, ഗ്രാം, മസ്റ്റാർഡ് ആൻഡ് മില്ലറ്റ്സ്, ഈ വിളകളൊക്കെ, അതായത് ഗോതമ്പ്, പിന്നെ മില്ലറ്റ്സ്, കടുക്, പയറുവർഗ്ഗങ്ങളൊക്കെ കൃഷി ഏകദേശം ഹാർവെസ്റ്റ് ചെയ്യാൻ കൊയ്തെടുക്കുന്ന സമയം ആയിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞ ബസന്ത പഞ്ചമിയാണ്. ബസന്ത് പഞ്ചമി ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് സ്പ്രിംഗ്. സ്പ്രിംഗ് സീസൺ തുടങ്ങാൻ, സ്പ്രിംഗ് സീസണിന്റെ ആരംഭത്തിലാണ് ഏത് ആഘോഷിക്കുക? ബസന്ത് പഞ്ചമി ആഘോഷിക്കുക. അതിന്റെ പ്രത്യേകത എന്താ? സരസ്വതി എന്ന് പറയുന്നത് വിദ്യയുടെ, അറിവിന്റെ ദേവതയായ സരസ്വതിനെ ആരാധിക്കുന്ന ദിവസമാണ് ഏത്? സരസ്വതി ദേവിനെ ആരാധിക്കുന്ന ദിവസമാണ് ഏത്? ദസറ അല്ലെ? അന്നെന്താ? ഹൗ ടു സെലിബ്രേറ്റ് ദസറ? ബോയ്സ് ആൻഡ് ഗേൾസ് ഡ്രസ്ഡ് ഇൻ യെല്ലോ ക്ലോത്ത്സ് സിംഗ് ആൻഡ് ഡാൻസ് വിത്ത് ജോയ്. മഞ്ഞ നിറത്തിലുള്ള ഡ്രസ്സ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ മഞ്ഞ നിറത്തിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് സന്തോഷം കൊണ്ട് അവര് പാട്ട് പാടി ഡാൻസ് ചെയ്യും അല്ലെ? മാത്രല്ല അവരെന്ത് ചെയ്യും? ദേ ഓൾസോ ഫ്ലൈ കൈറ്റ്സ്. എന്ത് ചെയ്യും? പട്ടം പറത്തും അല്ലെ? കൈറ്റ്സ് പറത്തി കളിക്കും. മൂന്നാമത്തതാണ് ദസറ. ദസറയുടെ മറ്റൊരു പേരാണെന്ത്? വിജയദശമി. ദസറ ഈസ് ഓൾസോ നോൺ ആസ് വിജയദശമി. ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഫോർ 10 days. ഏകദേശം 10 ദിവസമാണ് ഇതിന്റെ ആഘോഷം ഉണ്ടാവുക. ഇതിന്റെ ഇതെന്താ? ദിസ് ഫെസ്റ്റിവൽ മാർക്സ് വിക്ടറി ഓഫ് ഗുഡ്, നല്ലത് വരാൻ വേണ്ടി അല്ലെ? ഓവർ ഈവിൾ, പൈശാചികമായ കാര്യങ്ങൾ, പിശാചിനെയൊക്കെ ഒഴിവാക്കി എന്ത് ചെയ്യാ? നല്ലത് സംഭവിക്കാൻ വേണ്ടിയാണ് ഇത് ആഘോഷിക്കുക. അതിൽ പറയുന്നത് എന്താണ്? ലോർഡ് രാമ ഈസ് സെഡ് ടു ഹാവ് കിൽഡ് രാവണ. പിന്നെ രാമലീല ഈസ് സ്റ്റേജ് ഡ്യൂറിങ് ദസറ. ദസറയുടെ സമയത്താണ് രാമലീല, അതായത് രാവണനൊക്കെ കൊല്ലാൻ പറഞ്ഞ ആ കഥയില്ലേ, ആ കഥയുടെ കഥ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് ദസറയുടെ ദിവസമാണ്. പിന്നെ ദുർഗപൂജ, വെസ്റ്റ് ബംഗാളിൽ അന്നേ ദിവസം എന്ത് നടക്കും? ദുർഗപൂജ നടക്കും. മക്കളെ മനസ്സിലായോ? അതിന്റെ ഇടയിൽ ആരാ? സന കൈ ഉയർത്തുന്നുണ്ടായിരുന്നല്ലോ. യെസ്, എന്തായിരുന്നു സന? എന്താ മോളെ? കേൾക്കുന്നില്ല മോളെ. എന്തായിരുന്നു? കേൾക്കുന്നില്ല. ദസറയുടെ കാര്യം പറഞ്ഞില്ലേ? ഇടയ്ക്ക് ദസറ ക്ലിയർ ഇല്ല മോളെ. ബസന്ത് പഞ്ചമി ബസന്ത് പഞ്ചമി ഇടയ്ക്ക് ദസറയുടെ കാര്യം പറഞ്ഞേ, അത് പറയാൻ കഴിവൊക്കെ. ആയിക്കോട്ടെ. ഓക്കെ, ഇത്രയും സംശയമുണ്ട്. ഈ 3 എണ്ണം പഠിച്ചില്ലേ? ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്, ഫെസ്റ്റിവൽ ഓഫ് സരസ്വതി, പിന്നെന്താ പറഞ്ഞതൊന്നും കൂടെ പറഞ്ഞല്ലോ.
Okay. Then next one Diwali. Deepavali ഇല്ലേ? Next one Diwali. ശ്രദ്ധിക്കുക. Diwali is the festival of lights. Diwali എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ്സിന്റെ ഫെസ്റ്റിവൽ ആണ്. ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് ഏതായിരുന്നു? ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് ഏതായിരുന്നു? ഹോളി അല്ലേ? ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് ഹോളി. ഫെസ്റ്റിവൽ ഓഫ് സരസ്വതി, സരസ്വതിയുടെ ഫെസ്റ്റിവൽ ഏതായിരുന്നു? ബസന്ത് പഞ്ചമി. പിന്നെ വിജയദശമി എന്നറിയപ്പെടുന്നത് ദസറ. ഇനി അടുത്തത് ലൈറ്റ്സിന്റെ ഫെസ്റ്റിവൽ, അതായത് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്, ദാറ്റ് ഈസ് ദിവാലി. ദിവാലി ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. ലക്ഷ്മി, ദ ഗോഡസ് ഓഫ് വെൽത്ത്, ഈസ് worshipped on Diwali night. Houses are cleaned and decorated with diyas, candles and lights. Diwali marks the beginning of the winter season. During this time, rice and sugarcane are ready for harvest. ദിവാലി, ദിവാലി നമ്മൾ പറയും ദീപാവലി എന്ന് പറയും അല്ലെ? ദിവാലി എന്നത് പറയുന്നത് എന്താണ്? ലൈറ്റ്സ്. ദിവാലി ഈസ് ഓൾസോ നോൺ ആസ് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് അല്ലേ? അല്ലേ? യെസ്. ലക്ഷ്മി, ലക്ഷ്മി എന്ന് പറയുന്നത് ഗോഡസ് ഓഫ് വെൽത്ത്, ധനത്തിന്റെ ദേവതയാണ്. ഏത്? ലക്ഷ്മി. ഗോഡസ് ഓഫ് ലേണിംഗ് ഏതായിരുന്നു? സരസ്വതി അല്ലെ? ഗോഡസ് ഓഫ് ലേണിംഗ് സരസ്വതിയാണ്. അതുപോലെ ഗോഡസ് ഓഫ് വെൽത്ത്, നമ്മുടെ ധനത്തിന്റെ ദേവത എന്നറിയപ്പെടുന്നത് ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവിനെയാണ് നമ്മുടെ ദിവാലിയുടെ അന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്ന ദൈവം ഏതാ? ലക്ഷ്മി ദേവിനെയാണ് ആരാധിക്കുക. ഹൗസസ് ആർ ക്ലീൻഡ്, നമ്മൾ എന്ത് ചെയ്യും? വീടുകളൊക്കെ നല്ല വൃത്തിയാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഡെക്കറേറ്റഡ് വിത്ത് ദിയാസ്, കാൻഡിൽസ് ആൻഡ് ലൈറ്റ്. വീടൊക്കെ നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം അത് ദിയാസ്, ലൈറ്റ്, ലാമ്പ് കൊണ്ട്, മെഴുകുതിരി കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യും. ഫുള്ള് ബൾബും ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യും. ദിവാലി മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദ വിന്റർ സീസൺ. ദിവാലി എപ്പോഴാ? വിന്റർ സീസണിന്റെ ആരംഭത്തിലാണ് ദിവാലി അല്ലെ? സ്പ്രിംഗ് സീസണിന്റെ ആരംഭത്തിൽ ഏതായിരുന്നു? ബിഗിനിങ് ഓഫ് ദ സ്പ്രിംഗ് സീസൺ ഏതായിരുന്നു? ബസന്ത് പഞ്ചമി അല്ലെ? ബസന്ത് പഞ്ചമി മാർക്സ് ദ ബിഗിനിങ് ഓഫ് സ്പ്രിംഗ്. ബട്ട് ദിവാലി മാർക്സ് ബിഗിനിങ് ഓഫ് ദ വിന്റർ സീസൺ. വിന്റർ സീസണിന്റെ ആരംഭത്തിലാണ് ദിവാലി. ഇനി ഡ്യൂറിങ് ദിസ് ടൈം, ദിവാലിയുടെ ഈ സമയമാകുമ്പം എന്തൊക്കെയാ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുക? ഏതൊക്കെ വിളകളാ ഹാർവെസ്റ്റിന് റെഡി ആയിട്ടുണ്ടാവുക? നോക്ക്. റൈസ്, അരി, ഷുഗർ കെയിൻ, കരിമ്പ്. ഈ രണ്ട് സാധനങ്ങൾ ഏകദേശം കൊയ്ത്ത് നടത്താനായിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പം ഹോളിയുടെ സമയത്ത് വീറ്റ്, ഗ്രാം, മസ്റ്റാർഡ് ആൻഡ് മില്ലറ്റ്സ് ആർ റെഡി ടു ഹാർവെസ്റ്റ്. ബട്ട് ദിവാലി, ഡ്യൂറിങ് ദി ദിവാലി ടൈം, sugarcane and rice are ready to harvest. മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? ഒന്നും കൂടെ മിസ് മലയാളത്തിൽ പറഞ്ഞുതരാം. ദിവാലി എന്ന് പറയുന്നത് ദീപങ്ങളുടെ ഉത്സവമാണ്. ലക്ഷ്മി ദേവിയായ ധനത്തിന്റെ ദേവിയായ ലക്ഷ്മിനെയാണ് ദിവാലിയുടെ അന്ന് നമ്മൾ ആരാധിക്കുക. ആ ദിവസം എല്ലാവരും വീടൊക്കെ ക്ലീൻ ചെയ്ത് ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യും അല്ലെ? ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യും. ദീപാവലി നമ്മൾ ആഘോഷിക്കുന്നത് വിന്റർ സീസണിന്റെ ബിഗിനിങ്ങിലാണ്. വിന്റർ സീസണിന്റെ ബിഗിനിങ് ആകുമ്പോഴത്തേന് ഏകദേശം ഷുഗർ കെയിനും റൈസും ഹാർവെസ്റ്റിന് റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? Next one, Guru Parvs. Next one, Guru Parvs. Guru Parvs വായിച്ചേ നോക്ക്. Guru Parvs are the birthdays of 10 Sikh Gurus. Huge processions are taken out on these days. Prayers are held in Gurudwaras all over the country. Langar is distributed on Guru Parvs. Thousands of people get free meals. എന്താ ഗുരു പർവ്സ് എന്ന് പറഞ്ഞാല്?
സിഖ് ഗുരുക്കന്മാരുടെ ബർത്ത്ഡേ ആണ് നമ്മൾ എന്തായി ആഘോഷിക്കുക? ഗുരുപർവ് എന്ന് ആഘോഷിക്കുക അല്ലെ? ഗുരുപർവ്സ് ആർ ദ ബർത്ത്ഡേസ് ഓഫ് 10 സിഖ് ഗുരുസ്. 10 സിഖ് ഗുരുക്കന്മാരുടെ ബർത്ത്ഡേ ആണ് നമ്മൾ എന്താ ആഘോഷിക്കുക? ഗുരുപർവ് ആഘോഷിക്കുക, ഗുരുക്കന്മാരുടെ അല്ലെ? നോക്ക്, ഹ്യൂജ് പ്രൊസഷൻസ് ആർ ടേക്കൺ ഔട്ട് ഓൺ ദീസ് ഡേയ്സ്. പ്രേയേഴ്സ് ആർ ഹെൽഡ് ഇൻ ഗുരുദ്വാരാസ് ഓൾ ഓവർ ദ കൺട്രി. അതായത് ഗുരുപർവ് ഗുരുപർവിന്റെ ദിവസം ഗുരുദ്വാരയിൽ എന്ത് നടക്കും? പ്രാർത്ഥന നടക്കും അല്ലെ? ഗുരുദ്വാരയിലാണ് പ്രാർത്ഥന. നമ്മുടെ രാജ്യം മുഴുവൻ ഗുരുദ്വാരകളിൽ പ്രാർത്ഥന നടക്കും. ലാംഗർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ഗുരുദ്വാരാസ്. ഓൺ ഗുരുപർവിന്റെ അന്ന് ലാംഗർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്താ ലാംഗർ എന്ന് പറഞ്ഞാല്? 1000 ഓഫ് പീപ്പിൾ ഗെറ്റ് ഫ്രീ മീൽസ്. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം ഫ്രീ ആയി കൊടുക്കുന്ന ദിവസമാണ് ഇത് ഗുരുപർവ്. ഒന്നും കൂടെ പറയാം, ഗുരുപർവ് എന്ന് പറയുന്നത് സിഖ് ഗുരുക്കന്മാരുടെ ബർത്ത്ഡേ ആണ്. ആ ദിവസം ഗുരുദ്വാരയില് പ്രാർത്ഥനകൾ നടക്കും. ലാംഗർ ഓരോരാൾക്കും ഗുരുപർവിന്റെ ദിവസം നമ്മൾ ലാംഗർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം ഫ്രീ ആയി നൽകാറുണ്ട്. ഏത് ദിവസം? ഗുരുപർവിന്റെ അന്ന്. മനസ്സിലായോ? ഇത്രയും മതി ഇന്ന്. മിസ് ഇന്ന് പറഞ്ഞത് 4 റിലീജിയസ് ഫെസ്റ്റിവൽ ആണ്. 5 റിലീജിയസ് ഫെസ്റ്റിവൽസ് ആയിരുന്നു. ഏതൊക്കെയാ? ഹോളി, ബസന്ത് പഞ്ചമി, ദസറ, ദിവാലി ആൻഡ് ഗുരുപർവ്. ഇനി ബാക്കി അടുത്ത ദിവസം എടുക്കാം കേട്ടോ. കുറച്ചും കൂടി ഉണ്ട്, അത് അടുത്ത ദിവസം എടുക്കാം. ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഒന്നും കൂടെ മിസ് റിപ്പീറ്റ് ചെയ്യാം, ശ്രദ്ധിക്കുക. ഹോളി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലാണ് ആഘോഷിക്കുക. ഹോളി ഈസ് സെലിബ്രേറ്റഡ് ഇൻ നോർത്ത് ഇന്ത്യ. Holi is known as Festival of Colors. This festival is celebrated in the month of March. Pinne, people put colored powder, that is gulal, and colored water on each other. All people dance and sing with joy. At this time, at the time of Holi, wheat, gram, millets are ready to harvest. Then second one, Basant Panchami. Basant Panchami is celebrated in the beginning of spring season. Saraswati is known as goddess of learning. Vidyയുടെ ദേവിയാണ് ഇത് Saraswati. Worshipped on this day. ഈ ദിവസമാണ് വിദ്യാദേവിനെ അല്ലെങ്കിൽ സരസ്വതി ദേവിനെയാണ് നമ്മൾ ആരാധിക്കുക. Boys and girls dressed in yellow colored and dance with joy. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ മഞ്ഞ നിറത്തിലുള്ള ഡ്രസ്സ് ധരിച്ച് ഡാൻസും പാട്ടൊക്കെ അവതരിപ്പിക്കും. പിന്നെ അവരെന്ത് ചെയ്യും? ദേ ഓൾസോ ഫ്ലൈ കൈറ്റ്സ്. പട്ടം പറത്തി കളിക്കും അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ ബസന്ത് പഞ്ചമി ആഘോഷിക്കുക. മൂന്നാമത്തത് ദസറയാണ്. ദസറ ഈസ് ഓൾസോ നോൺ ആസ് വിജയദശമി. ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഫോർ 10 days. ഏകദേശം 10 ദിവസം നമ്മുടെ ദസറ ആഘോഷിക്കും. അത് എന്താണ്? This Dasara marks the victory of good over evil. അല്ലെ? നല്ലത് സംഭവിക്കാൻ വേണ്ടി അല്ലെ? നല്ലത് സംഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദസറ ആഘോഷിക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു രാമ ഈസ് സെഡ് ടു ഹാവ് കിൽഡ് രാവണ അല്ലെ? രാവണനെ കൊല്ലണം അല്ലെ? 10 തലയുള്ള ആളെ കൊല്ലാൻ വേണ്ടി ആ ഒരു കഥ രാമലീല എന്ന് പറയുന്നത് ആ ദസറ ദിവസമാണ് സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാം. പിന്നെ ആ ദിവസം ദസറയുടെ അന്ന് വെസ്റ്റ് ബംഗാളിലൊക്കെ ദുർഗാ പൂജ നടത്താറുണ്ട്. ദുർഗാ പൂജ അല്ലെ? നാലാമത്തത് ദിവാലിയാണ്. ദിവാലി എന്ന് പറഞ്ഞാൽ ദീപാവലി. ദിവാലി ഈസ് ഓൾസോ നോൺ ആസ് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് അല്ലെ? ദീപങ്ങളുടെ ഉത്സവം. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഗോഡസ് ഓഫ് വെൽത്ത്. ധനത്തിന്റെ ദേവിയായ ലക്ഷ്മീനെയാണ് നമ്മൾ ആരാധിക്കുക. എപ്പം? ദിവാലിയുടെ അന്ന്. ഇനി എന്ത് ചെയ്യും? ഹൗ ടു സെലിബ്രേറ്റ് ദിവാലി? പീപ്പിൾ ക്ലീൻഡ് ഹൗസസ് ആൻഡ് ഡെക്കറേറ്റ് വിത്ത് ബൾബ്സ് ഓർ ലൈറ്റ്സ് അല്ലെ? എല്ലാ ലൈറ്റുകളുണ്ട്, ക്യാൻഡിലും അതുപോലെ ലൈറ്റ്സും ബൾബൊക്കെ ഫിറ്റ് ചെയ്ത് വീട് മുഴുവൻ നമ്മൾ അലങ്കരിക്കും. ഈ ദിവാലിയുടെ സമയമാകുമ്പോൾ ഏകദേശം വിന്റർ സീസൺ തുടങ്ങാനായിട്ടുണ്ടാവും. ദിവാലി ആഘോഷിക്കുന്നത് വിന്റർ സീസണിന്റെ ആരംഭത്തിലാണ്. ആ സമയമാകുമ്പോൾ ഏകദേശം റൈസും ഷുഗറും കൾട്ടിവേറ്റ് ചെയ്യാനായിട്ടുണ്ടാവും. റൈസ് ആൻഡ് ഷുഗർ കെയിൻ ആർ റെഡി ടു ഹാർവെസ്റ്റ് ഡ്യൂറിങ് ദി ദിവാലി ടൈം. ദിവാലിയുടെ ആരംഭത്തിൽ, അതായത് ദിവാലിയുടെ സമയമാകുമ്പം വിന്റർ സീസണിന്റെ ആരംഭമാകുമ്പോഴത്തേന് റൈസും ഷുഗർ കെയിനും ഹാർവെസ്റ്റ് ചെയ്യാനായിട്ടുണ്ടാവും. ഓക്കെ. ദെൻ നാലാമത്തത് ഗുരുപർവാണ്. ഗുരുപർവ് എന്ന് പറഞ്ഞാൽ സിഖ് ഗുരൂസിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ഗുരുപർവായി ആഘോഷിക്കുക. ആ ദിവസം ഗുരുദ്വാരയില് പ്രാർത്ഥനകൾ നടക്കും. ലാങ്കർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം ഫ്രീ ആയി നൽകും. എപ്പം? ഗുരുപർവിന്റെ അന്ന്, അതായത് നമ്മുടെ സിഖ് ഗുരുക്കന്മാരുടെ ബർത്ത്ഡേയുടെ ദിവസം. ഓക്കെ.
മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ 5 റിലീജിയസ് ഫെസ്റ്റിവൽ മനസ്സിലായവരൊന്ന് കൈ കാണിച്ച മിസ്സിനെ. ദോസ് ഹു ഹാവ് അണ്ടർസ്റ്റുഡ് ദീസ് 5 റിലീജിയസ് ഫെസ്റ്റിവൽ. ഏഞ്ചലെ മോക്ക് മനസ്സിലായില്ലേ? യെസ്, ഓക്കെ, ഏഞ്ചൽ മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, ഗുഡ്. ബെനീറ്റയ്ക്ക് മനസ്സിലായില്ലേ? ഓക്കെ. റിലു, മുഹമ്മദ് ഷാൻ, അജിസൽ. അജിസൽ കുറെ കാലമായി ക്ലാസ്സിൽ ഉണ്ടാകാറില്ല അല്ലെ? ഇന്ന് കണ്ടു അജിസലിനെ അല്ലെ? അജിസലിനെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ? അജിസൽ എപ്പോഴും ക്ലാസ്സിൽ കാണാറുണ്ടായിരുന്നില്ല. എന്തോ ഫോണിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു അല്ലെ അജിസലെ? അജിസലിനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ അജിസലിന്റെ അച്ഛൻ പറഞ്ഞത് അജിസലിന് എന്തോ ഫോണിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നാണ്. ഓക്കെ, അപ്പൊ വായിക്കാം അല്ലെ ടെക്സ്റ്റ്? ഇന്ന് എടുത്തത്തിലൊന്ന് വായിക്കാം. നോക്കാം, നമ്മുടെ രജിസ്റ്റർ അനുസരിച്ച് വായിപ്പിക്കാം, എന്നാൽ ആരും മിസ്സായി പോയില്ലല്ലോ. ഫസ്റ്റ് വൺ, ആരാധ്യ ഉണ്ടോ? ആരാധ്യ പ്രജിത്ത്, യു ക്യാൻ റീഡ് നൗ. അൺമ്യൂട്ട് ആൻഡ് റീഡ്. ആരാധ്യേ വായിച്ച മോളെ. ടീച്ചർ ഏടുന്ന് മുതൽ വായിക്കണ്ടേ? ഏടുന്ന് മുതൽ എന്ന് വെച്ചാൽ ആദ്യം തൊട്ട് നമ്മുടെ ഇന്ന് എടുത്തത് മുതൽ, റിലീജിയസ് ഫെസ്റ്റിവൽ മുതൽ. There is a വായിച്ചോ? ഹോളി മെയിൻലി celebrated in North India is the festival of colors. This festival is celebrated in the month of March when the weather is in neither hot nor cold. People നല്ല തണുപ്പുമല്ല നല്ല ചൂടുമല്ല. People put colored powder. Cold. ഗുലാൽ എന്താ? ഗുലാൽ and colored water on each other. Their singing and dance with joy at that time. Which gram and millets എന്താ? millets are ready for harvest. West Bengal Basant Panchami is celebrated to make the beginning of spring. ആരാധ്യ മോളെ, ക്ലാസ് കഴിഞ്ഞ് ഈ ടെക്സ്റ്റ് മുഴുവനായി ഒരു പ്രാവശ്യം വായിക്കുന്ന റെക്കോർഡ് എടുത്ത് മിസ്സിന് പേഴ്സണലി സെൻഡ് ചെയ്ത് തരണം കേട്ടോ. ആരാധ്യ പ്രജി, സ്പീഡിൽ വായിക്കാൻ പഠിക്കണേ. ഒരുപാട് പ്രാവശ്യം വായിക്കാം. അമ്മയുടെ അടുത്തിരുന്ന് കുറെ പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് നന്നായി വായിക്കാൻ പറ്റും. ഓക്കെ, എല്ലാ ദിവസവും വായിക്കണേ. ഓക്കെ,
Then next one, Alan P. Sampson ഉണ്ടോ? ആ എന്താ ആരാധ്യ, ആരോ പറയുന്നുണ്ടല്ലോ. Okay. Then next one, Alan P. Sampson. ഇല്ല അല്ലേ? Alan P. Sampson is absent today. Okay. Next one, Asiyat Safa. Asiyat Safa. ആസ്യത്ത് ലെഫ്റ്റ് ആയി പോയി അല്ലേ? അല്ല, ഉണ്ട്. യെസ്, മോളെ അൺമ്യൂട്ട് ചെയ്ത മോളെ ആസ്യത്തെ. ആസിയ. Basant Panchami is celebrated to mark the beginning of spring. Saraswati, the goddess of learning, is worshipped on this day. Boys and girls dressed in yellow clothes sing and dance with joy. They also fly kites on this day. Next one, Dasara, also called Vijayadashami is celebrated for 10 days. This festival marks the victory of good over evil. Okay, please stop there. Asia, evil nanu ട്ടോ, evil. Very good. Next one, Avani Mahesh. Avani, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. യെസ്, വായിക്കും. അവണി, അതാണ് മിസ് പറഞ്ഞത്. എന്തുകൊണ്ടാ കാണാതിരുന്നത്? വാട്ട് ഹാപ്പൻഡ്? വായിച്ചപ്പോ മനസ്സിലായിട്ടാ. അത് ബുക്കിൽ തന്നെ ശ്രദ്ധിക്കണം, അവിടെ ഇവിടെ നോക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് മിസ് ഇടയ്ക്ക് വായിപ്പിക്കുന്നതിന് എപ്പോഴും പറയാറില്ല അത്. അതായത് റിലീജിയസ് ഫെസ്റ്റിവൽസിന്റെ മൂന്നാമത്തെ പാരഗ്രാഫില് മൂന്നാമത്തെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യണം. മൂന്നാമത്തെ പാരഗ്രാഫ്, ദസറയുടെ ആ പാരഗ്രാഫില് മൂന്നാമത്തെ സെന്റൻസ്. ലോർഡ് രാമ അവണി കണ്ടോ? ഇവിടെ ഇവിടെ നോക്ക്. കണ്ടു ആവണി? ഇല്ല. നെക്സ്റ്റ് വൺ കണ്ടുപിടിക്കാവണി. അടുത്തതാരായിരുന്നു? ഷഹ്മ ഉണ്ടോ? ഷഹ്മ, Shahmavi. Okay, you can read now, Shahma. Shahmavi. വായിച്ചേ മോളെ. അൺമ്യൂട്ട് ചെയ്തേ. ഷഹ്മയും കണ്ടില്ല, എവിടെയാന്നല്ലേ? കണ്ടോ? വായിക്കേ. ഏഞ്ചൽ റോസ് ബെഞ്ചമിൻ. ഏഞ്ചൽ വായിച്ചേ. ഏഞ്ചൽ റോസ്. During Dasara around this time, Rang Panja is celebrated in West Bengal and in some other states.
Deepavali is the festival of lights. Lakshmi, the goddess of wealth, is worshipped on Deepavali nights. Houses are cleaned and decorated with candles and lights. Deepavali marks the beginning of the winter season. During this time, rice and sugarcane are ready for harvest. ഓക്കെ പ്ലീസ് സ്റ്റോപ്പ് ദർ. മക്കളെ ടൈം കഴിയാനായി, നമുക്ക് 1 മിനിറ്റ് താഴെയുള്ളൂ. ഇപ്പൊ നമ്മുടെ ക്ലാസ് കട്ടായി പോവും. ഇപ്പൊ നിങ്ങളുടെ ഹോംവർക്ക്, ഓൾ ഓഫ് യു റീഡ് ദ ലെസൺ 3 times. 3 പ്രാവശ്യം വായിക്കണം. മസ്റ്റ് യു റീഡ് മസ്റ്റ്. അതുകൊണ്ട് നിർബന്ധമായും വായിക്കുക. ഓരോ പ്രാവശ്യം വായിക്കുന്ന, ഒരു പ്രാവശ്യം വായിച്ചതിന്റെ വോയിസ് റെക്കോർഡ് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. ഇനി ഇന്ന് സൈൻ ചെയ്യല്ല വേണ്ട, എന്ത് ചെയ്യണം? നിങ്ങൾ വായിക്കുമ്പോൾ റെക്കോർഡ് ചെയ്ത് ആ റെക്കോർഡിങ് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. മനസ്സിലായോ? അപ്പൊ ഓൾ ഓഫ് റീഡ് ദ ലെസൺ വിത്തൗട്ട് ഫെയിൽ. ഓക്കെ, വായിക്കുക, റെക്കോർഡ് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. അപ്പം see you in the next class. Tata, bye bye, see you. Okay, bye bye.